ആണ് സി കെ ഉള്ളത്. പുഞ്ചിരിമട്ടത്താണ്. സി കെ, നേരത്തെ അവിടെ വലിയ വ്യാപകമായി തന്നെ തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. മൃതദേഹം കണ്ടെത്തിയെന്ന് ചില സംശയങ്ങളും പറയുന്നു. അതിന്റെ വിവരങ്ങൾ നൽകുമോ? മൃതദേഹം കണ്ടെത്തി എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. കാരണം ഈ JCB ഉപയോഗിച്ച് ഇവിടുന്ന് മണ്ണ് നീക്കുന്ന സമയത്ത് ചില തുണി കഷണങ്ങൾ അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് പരിശോധിച്ച് സ്വാഭാവികമായിട്ട് സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു ഫയർഫോഴ്സിന്റെയും മറ്റും ജീവനക്കാർ. അവർ നോക്കിയപ്പോൾ അതിൽ മൃതദേഹത്തിൻ്റെതായ മണം ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് കൂടുതൽ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇപ്പോൾ ഈ മണ്ണുമാറ്റി യന്ത്രം ഉപയോഗിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഇവിടെ ഈ കടാവർ നായയെ ഉപയോഗിച്ച് പരിശോധനകൾ നടത്തിയിരുന്നു. ചില പാറക്കെട്ടുകൾക്ക് ഇടയിൽ, അതോടൊപ്പം തന്നെ ചില ചെരിവുകളുടെ ഭാഗങ്ങളിലെല്ലാം തന്നെ നായ സംശയാസ്പദമായ രീതിയിൽ പെരുമാറുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കുറെ കൂടി ഈ പുഞ്ചിരിമട്ടത്തിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് വരുന്ന ഭാഗം, അതായത് അതിന്റെ താഴത്തെ ഭാഗം, ഇവിടെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ ഉരുൾപൊട്ടത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ ഭാഗം താഴോട്ട് മാറിയാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത്. ഇവിടെ ഈ നായ കുറെ കൂടി ശബ്ദം പുറപ്പെടുവിക്കുകയും ഇത്തരത്തിൽ എന്തോ ഉണ്ട് എന്ന് സൂചനകൾ ലഭിക്കുന്ന രീതിയിലാണ് നായ പെരുമാറിയത്. അതിനുശേഷമാണ് ഇവിടെ പരിശോധന നടത്തണം എന്ന ഒരു നിർദ്ദേശം നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും മറ്റും ഉണ്ടായത്. അങ്ങനെയാണ് മണ്ണുമാന്തി യന്ത്രം ഇവിടെ എത്തിച്ച് ഈ ചെരുവിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇവിടെ ഏതാണ്ട് മീറ്ററുകൾ കണക്കിന് ഉയരത്തിൽ മണ്ണ് വീണ് അടിഞ്ഞ സ്ഥലമാണ്, കൂറ്റൻ പാറകളും മറ്റും. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മളോട് സംസാരിച്ച ശരത്ത് ഉൾപ്പെടെയുള്ള നാട്ടുകാർ പറഞ്ഞത് അവ മുഴുവൻ മാറ്റി പരിശോധിക്കണം. 60-ലധികം ആൾക്കാരെ ഈ ഭാഗത്ത് നിന്ന് കാണാനുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഒരുപക്ഷെ വരും ദിവസങ്ങളിലും ഇവിടെ പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ട്. പരിശോധന നടത്തണം എന്നൊരു ശക്തമായ ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പറയുന്ന ഇത്തരത്തിൽ നായയുടെ പെരുമാറ്റം കാരണം ഇവിടെ ഉണ്ട് എന്നൊരു സംശയം, മൃതദേഹം ഉണ്ട് എന്നൊരു സംശയം വരികയും അവിടെ ഇപ്പോൾ കുഴിച്ച് പരിശോധിക്കുകയും ചെയ്യുന്നത്. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ ഇടയ്ക്ക് ഒരു തുണി വസ്ത്രത്തിന്റെ ഭാഗം കിട്ടി. പിന്നീട് ഇതുവരെയായി, അതായത് കുറച്ച് സമയത്തിന് ശേഷം പിന്നീട് കിട്ടിയിട്ടില്ല. കാരണം വൻ പാറകൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ കാണാൻ വേണ്ടി കഴിയും. അത്രയും വലിയ പാറകളാണ് അതിനകത്ത് വന്ന് അടിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് നീക്കുകയാണ് ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചെയ്യുന്നത്. ശരി, ഒരു സംശയമുണ്ട്. അവിടെ മൃതദേഹം ആണോ? കാരണം ഒരു വസ്ത്രമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം ദുർഗന്ധമുണ്ട്. അവിടെ വെച്ച് കടാവർ നായ്ക്കൾ കുറേ നേരം ആ പ്രദേശത്ത് കുരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും JCB ഉപയോഗിച്ചിട്ടുള്ള ഒരു തെരച്ചിൽ നടക്കുന്നുണ്ട്. സിക്ക് ഒരു കാര്യം ചോദിച്ചോളൂ. ഇപ്പം ഈ ആരെങ്കിലും ഇപ്പം ഇന്ന് ജനകീയ തെരച്ചിലാണല്ലോ ആ ഭാഗത്തൊക്കെ പ്രധാനമായും നടക്കുന്നത്. അപ്പം ആരെങ്കിലും വന്ന് ഇവിടെ എൻ്റെ വീടുണ്ട്, ഇവിടെ നിന്ന് ഉറ്റവരെ കാണാതായി എന്ന് പറഞ്ഞ അങ്ങനെയാണോ ആ ഭാഗത്ത് തെരച്ചിൽ തുടങ്ങിയത്? അല്ല, ഈ ഭാഗത്ത് ഇത് ആ മലയുടെ കുറെ കൂടി താഴെ ഭാഗമാണ്. ഇവിടെ പ്രത്യക്ഷത്തിൽ ഇവിടെ വീടുള്ളതായി നമുക്കൊന്നും സൂചന ലഭിച്ചിട്ടില്ല. മാത്രമല്ല ഇവിടെ വീടുണ്ട് എന്ന രീതിയിൽ ആരും ഈ സംഘത്തിനിടയിൽ ആവശ്യപ്പെടുകയും തിരയണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല. അത് നേരത്തെ നമ്മൾക്ക് പറഞ്ഞ ശരത്തിന്റെയും മറ്റും സുഹൃത്തുക്കളുടെ വീടുണ്ടായിരുന്ന കുറെ കൂടി മുകൾ ഭാഗത്താണ്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്നും പുഞ്ചിരിവട്ടം ഭാഗത്തേക്ക് 1 കിലോമീറ്റർ മുകളിലേക്ക്, അതായത് ഈ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും 1 കിലോമീറ്റർ താഴെ ഈ പരിശോധന നടക്കുന്നത് കുറെ കൂടി അവിടെ നിന്നും കുറെ കൂടി താഴെ ഭാഗത്തേക്കാണ്, അതായത് മുണ്ടക്കൈ ഭാഗത്തേക്കാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ താഴെ മാത്രമേ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഉള്ളൂ. അപ്പോൾ ഇതിന് രണ്ടിന്റെയും ഇടയിലുള്ള ഭാഗത്താണ് പരിശോധന നടത്തുന്നത്. പക്ഷേ ഇവിടെ ഇതിന് തൊട്ട് മുകളിലായി കുറെ വീടുകൾ ഉണ്ടായിരുന്നു. ആ വീടുകളിലുള്ള ആൾക്കാരെ കാണാതെ ആയിട്ടുണ്ട്. ശരത്തും മുജീബ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത്, മുജീബ് പറയുന്നത് 9 പേരെ കാണാതായിട്ടുണ്ട് എന്നാണ്. ശരത്ത് 60-ലധികം ആൾക്കാരുള്ള വീടാണ്, 6 വീടുകളിലധികം ഇവിടെയുണ്ട്, ഒരു വീട്ടിൽ 10 പേരിലധികം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇവരെല്ലാം. ഇത്തരത്തിൽ 5 പേർ ഇപ്പോൾ ക്യാമ്പിൽ നിന്ന് വന്ന് ഇവിടെ പരിശോധന നടത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ പറഞ്ഞ മൊഴികൾക്കനുസരിച്ചുള്ള പരിശോധന ഇനിയും ആരംഭിച്ചിട്ടില്ല. അത് സംബന്ധിച്ച് ഒരു തീരുമാനവും ഔദ്യോഗികമായി എടുത്തിട്ടുമില്ല. ഇത് പക്ഷേ ഈ കടാവർ നായയുടെ പെരുമാറ്റം കൊണ്ട് സംശയം തോന്നി. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്നത്. ആ പരിശോധനയാണ് ഇവിടെ നടത്തുന്നത്. ആ പരിശോധനയ്ക്കിടയിലാണ് ഒരു ഘട്ടത്തിൽ വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ കിട്ടുകയും അത് സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ മൃതദേഹത്തിന്റെ ഭാഗമാണ് എന്ന സംശയം ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് കുറെ കൂടി ആഴത്തിൽ അവിടെ കുഴിച്ച് പരിശോധന നടത്തുകയാണ് ഇപ്പോൾ. ശരി, എന്തായാലും സംശയമുണ്ട്, ദുർഗന്ധമുണ്ട്. കടാവർ നായ്ക്കൾ ഒരു ലൊക്കേഷൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വ്യാപകമായ ഒരു തെരച്ചിൽ, മണ്ണ് മാറ്റിയുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ആ പുഞ്ചിരിമട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. JCB ഉപയോഗിച്ചടക്കം മണ്ണ് മാറ്റിയുള്ള പരിശോധന നടക്കുകയാണ്. CK വിജയനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.